അങ്കത്തട്ടുണർന്നു. പക്ഷേ അരമുറുക്കാറായിട്ടില്ല. BJPയുടെ 4 സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി ഔദ്യോഗികമായി വരാനുണ്ട്. അങ്ങ് കെജ്രിവാളിൻ്റെ അറസ്റ്റും പിന്നീട് ചട്ടലംഘന പരാതികളും അങ്ങനെ തെരഞ്ഞെടുപ്പ് വേദി കൊണ്ടുപിടിച്ച് മുന്നേറുകയാണ്. ഇന്നത്തെ വിശേഷങ്ങളിലേക്കും ആരവങ്ങളിലേക്കും നമുക്ക് പോകാം. അങ്കത്തട്ടിലേക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് സ്വാഗതം. അതെ, അവശേഷിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി BJPക്ക് പ്രഖ്യാപിക്കാനുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. എറണാകുളം, കൊല്ലം, ആലത്തൂർ, വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഉറ്റുനോക്കുകയാണ് കേരളം അവിടേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും BJP 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് നീളുകയായിരുന്നു. എറണാകുളം, കൊല്ലം, ആലത്തൂർ, വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഉടൻ തന്നെ ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. എറണാകുളം മണ്ഡലത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്ന മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതകളുണ്ട്. എന്നാൽ മേജർ രവി മത്സരിച്ചേക്കുമെന്ന വിവരം പുറത്തുവരുന്നു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണനും പട്ടികയിലുണ്ട്. അതേസമയം വയനാട്ടിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയും ആലത്തൂരിൽ TN സരസുവും സ്ഥാനാർത്ഥികളായേക്കും. കൊല്ലം മണ്ഡലത്തിൽ ആരെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ജില്ലാ നേതൃത്വത്തിന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടകരയിലടക്കം കള്ളപ്പണത്തിൻ്റെ വിവാദങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് നാം കൊണ്ടതാണ്. ഇവിടെ ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനധികൃത പണമിടപാട് കർശനമായി നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. മധ്യമേഖലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ സഞ്ജയ് കൗർ. കാണാം. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയത്. അനധികൃത പണമിടപാടുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. എല്ലാ ബാങ്കുകളിലെയും സംശയകരമായ ഇടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കും. ആദായ നികുതി വകുപ്പ് പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജില്ലാ അതിർത്തികളിലും കർശന പരിശോധന ആവശ്യമാണ്. ചെക്ക് പോസ്റ്റുകളിൽ CCTV നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും. വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ സംസ്ഥാന നോഡൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ യോഗത്തിൽ വിശദീകരിച്ചു. പരാതിരഹിതമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. വോട്ടെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രധാന പരിഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കരുതെന്ന പ്രത്യേക നിർദ്ദേശവുമുണ്ട്. യോഗത്തിൽ അഡീഷണൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ അദീല അബ്ദുള്ള, VR പ്രേംകുമാർ, ജില്ലാ കളക്ടർമാർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ, ജില്ലാ പോലീസ് മേധാവിമാർ, വരണാധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രമന്ത്രിയും മന്ത്രിമാരും ഒന്നുമില്ല. അവിടെ പൗരന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ നോക്കൂ, തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പലയിടങ്ങളിലും പോയി നിവേദനങ്ങൾ മേടിക്കുന്നു, കേന്ദ്രമന്ത്രിയെപ്പോലെ പെരുമാറുന്നു. ഈ ആക്ഷേപം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് LDF ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നുമാണ് LDFന്റെ പരാതി. അതൊന്ന് കാണാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല, അദ്ദേഹം ഒരു സാധാരണ പൗരനാണ്, അത്രയേ ഉള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്ഥാപനങ്ങളിൽ പോവുക, വ്യക്തികളെ കാണുക, നിവേദനങ്ങൾ വാങ്ങുക, ഉറപ്പുകൊടുക്കുക. നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ തടയേണ്ടതാണ്. എന്നാൽ BJPയുടെ പ്രതിരോധം തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ LDF ഉന്നയിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് BJP ജില്ലാ സെക്രട്ടറി VV രാജേഷിന്റെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നേറ്റത്തിൽ അസൂയ കൊണ്ടാണത്രേ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും VV രാജേഷ് ആരോപിക്കുന്നു. LDF കൊടുത്തിട്ടുള്ള പരാതി അടിസ്ഥാനരഹിതമാണ്. ന്യൂനപക്ഷ സമുദായത്തെ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളാണ് പ്രാപ്തരെന്ന് ന്യൂനപക്ഷ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്കായിട്ടാണ്
പരാജയ ഭീതി പൂണ്ട LDF ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് വയലേറ്റ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം CAA-ക്കെതിരായിട്ട് നടന്ന സമരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിച്ച് അത് വിഡ്രോ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഈ സർക്കുലറിനെതിരായിട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കും. എന്നാൽ പരാതികൾ തീരുന്നില്ല. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് UDF. ഐസക് സർക്കാർ സംവിധാനങ്ങളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു എന്നാണ് UDF-ന്റെ അവിടുത്തെ പരാതി. ഹരിതസേന, കുടുംബശ്രീ, ആശാ വർക്കർമാർ തുടങ്ങിയവരെ അടക്കം പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുകയാണെന്നാരോപിച്ചാണ് UDF വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. സർക്കാർ സ്ഥാപനമായ KDESC-ന്റെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് UDF-ന്റെ ആരോപണം. 50,000 യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകി വീടുകൾ കയറിയിറങ്ങാനും വിവരങ്ങൾ ശേഖരിക്കാനും KDESC-ലെ ജീവനക്കാരെ ഉപയോഗിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കോഴഞ്ചേരിയിൽ നടന്ന ജില്ലയിലെ 1ാം ക്ലാസ്സിലെ അധ്യാപകരുടെ സർക്കാർ പരിപാടിയിൽ തോമസ് ഐസക് ചട്ടവിരുദ്ധമായി പങ്കെടുത്തെന്നും പരാതിയിലുണ്ട്. സർക്കാർ സംവിധാനങ്ങളായ KDESC, ഹരിതശ്രീ, കുടുംബശ്രീ തുടങ്ങിയവയെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം ദുർവിനിയോഗം ചെയ്യുകയാണ്. ഡിസംബർ മാസം തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിന്തുടർച്ചയായിട്ടാണെന്ന് പറയുന്നു. ഇന്ന് ബ്ലോക്കുകളിൽ ഈ KDESC-ൻ്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ തൊഴിൽ നൽകാമെന്നുള്ള വാഗ്ദാനവുമായി KDESC-ൻ്റെ കൺസൾട്ടൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. അവർ ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്. KDESC-ൻ്റെ മുഖ്യ ചുമതലക്കാരൻ TN സീമയുടെ ഭർത്താവാണ്. അപ്രകാരമുള്ള ഒരു ഏജൻസിയെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നഗ്നമായ അധികാര ദുർവിനിയോഗവും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പിനെ മാത്രം കണ്ടുകൊണ്ടുള്ള വ്യാജ വാഗ്ദാനങ്ങളുമാണെന്നാണ് UDF ഈ പരാതിയിൽ കളക്ടറോട് ഉന്നയിച്ചിരിക്കുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പരാതി തള്ളി LDF കൺവീനർ രംഗത്തെത്തി. ജനങ്ങൾ കൂടുന്നയിടങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും തോൽവിയെ ഭയക്കുന്ന UDF-ന്റെ പരാതി ബാലിശമാണെന്നും LDF കൺവീനർ അലക്സ് കണ്ണമല പറഞ്ഞു. LDF സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് ഉടൻ തടയണമെന്നാണ് UDF-ന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിലെ പല സംഭവവികാസങ്ങളും സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിക്കും. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലത്തെ അരവിന്ദ് കെജ്രിവാൾ വിഷയവും അലയടിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് തോമസ് ഐസക് പ്രതികരിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും ഐസക് പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് ED ഇറങ്ങിയിരിക്കുന്നത്. അത് ഈ പാകിസ്ഥാനിലൊക്കെ അടക്കം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുന്നതല്ല, മോഡി അവരിന്ന് പഠിച്ചിരിക്കുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്? അവരുടെ ആരോപണമല്ലേ? അത് കോടതി അംഗീകരിച്ചിട്ടുണ്ടോ? വിധി പ്രസ്താവിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് ഇദ്ദേഹം ഓടിപ്പോകുന്നു ഭയപ്പെട്ടിട്ടാണോ? അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ അട്ടിമറിക്കുന്നു കരുതിയിട്ടാണോ? കേസെടുത്തത് മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അനിശ്ചിതകാലം ജയിലിൽ വെക്കാനുള്ള പരിപാടിയാണ്. BJP-യുടെ 400 സീറ്റൊക്കെ പറയുമെങ്കിലും തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർക്കിപ്പോൾ സംശയത്തില്ല. ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അഴിമതി ആരോപണം പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, ഒരുപക്ഷെ അതുകൊണ്ടായേക്കാം. ഇതിനെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം നേരിടും, ഇന്ത്യ മുന്നണി നേരിടും. എന്നാൽ ഈ അഴിമതി കേസുകളിൽ LDF-ഉം UDF-ഉം കൈകോർക്കുന്നതിൻ്റെ ലക്ഷണമാണ് കെജ്രിവാളിന് വേണ്ടിയുള്ള പ്രതിരോധമെന്നാണ് BJP-യുടെ വാദം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ ഇത് ഉന്നയിക്കുന്നു. കെജ്രിവാളിന് വേണ്ടി കോൺഗ്രസും CPIM-ഉം പരസ്യമായി ഒന്നിച്ചു വന്നതിനെയാണ് സുരേന്ദ്രൻ വിമർശിക്കുന്നത്. സുരേന്ദ്രൻ്റെ വാക്കുകളൊന്ന് കാണാം. 600 കോടി രൂപയുടെ ദില്ലി മദ്യനയ അഴിമതി കേസിലെ പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും CPM-ഉം കേരളത്തിൽ പരസ്യമായി ഒരുമിച്ച് മുന്നോട്ട് വരികയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ IND മുന്നണി കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണിത്. LDF-ഉം UDF-ഉം ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒറ്റക്കെട്ടായി അഴിമതിക്കാർക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്
വരാനിരിക്കുന്ന പല കേസുകളും ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടും, അഴിമതിക്കാർ അകത്താവും എന്നുള്ള ബോധ്യം അവർക്ക് രണ്ടു കൂട്ടർക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊന്നും അങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ചയാണ് ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകുന്നുണ്ട്. ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തലയാണ് അധ്യക്ഷത വഹിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹാസൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് വീറും വാശിയുമുള്ള പ്രചരണത്തിന് പല മാർഗങ്ങളും അണികൾ തിരഞ്ഞെടുക്കും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ താരം നിയോൺ ലൈറ്റുകളാണ്. പല വലുപ്പത്തിൽ നിയോൺ ലൈറ്റുകൾ തീർത്ത പാർട്ടി ചിഹ്നങ്ങൾ പ്രചരണത്തിന് ഇന്ന് മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തെരുവിലേക്കൊന്ന് പോകാം. മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങൾ പോലെ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ തരംഗം തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള നിയോൺ പാർട്ടി ചിഹ്നങ്ങളാണ്. തൃശൂർ ഒല്ലൂരിലെ ജോയൽ മാൾ എന്ന കൊച്ചുകടയിൽ ജിസ്സും കുടുംബവും ചേർന്ന് നിർമ്മിക്കുന്ന നിയോൺ ലൈറ്റുകളാണ് പാർട്ടി ഭേദമില്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകാശം ചൊരിഞ്ഞ് പ്രചാരണം നടത്തുന്നത്. 10 വർഷത്തിലധികമായി ക്രിസ്തുമസ് കാലത്ത് നിയോൺ ലൈറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് ജിസ്. ഇത്തവണ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നിയോൺ ലൈറ്റിൽ നിർമ്മിച്ചത്. സംഭവം ഹിറ്റായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യക്കാരെത്തി. പുതിയൊരു വെറൈറ്റി നമുക്ക് ഉണ്ടാകുന്ന താല്പര്യം തോന്നി. ഞാനും എൻ്റെ വൈഫും മോനും മോളും കൂട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരു ദിവസം നമുക്ക് ഒരു 10-50 പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ ചിഹ്നങ്ങൾ, അവിടെ 2 കിലോ ചിഹ്നങ്ങൾ, അതിന് വേണ്ടി എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫോട്ടോസ് ഇങ്ങനെ വാട്സപ്പിൽ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ആവശ്യക്കാരേറെ. എന്നാൽ നിർമ്മിക്കാൻ പ്രയാസം താമരയാണെന്നും ജിസ് പറയുന്നു. ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമുക്ക് വരുന്നത് താമരയാണ് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അതിൻ്റെ കട്ടിങ്ങും കൂടുതൽ വരുന്നുണ്ട്. കാണാനും ഭംഗി വരുന്ന താമര തന്നെയാണ് എല്ലാ ഇതുകൊണ്ടും. കാരണം കട്ടിങ്ങും ആ ലൈറ്റിൻ്റെ ആ ബ്രൈറ്റ്നസ്സും കൊണ്ടും അതാണ് സൗകര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് നമുക്ക് റെഡിനോട് താല്പര്യമുള്ളതാണ്. അപ്പോൾ അത് തനിയെ നിൽക്കുമ്പോൾ നല്ല ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പാടിയിലിടുമ്പോൾ മാറ്റി ഇടും. കാരണം ആ പാടി വരുന്നവർക്ക് കസ്റ്റമർക്ക് കാണാൻ എടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. ജിസിന് സഹായവുമായി ഭാര്യ അനുവും മക്കളായ ജോയലും ജൊഹാനയും കൂട്ടുണ്ട്. ഒട്ടിക്കണമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത്ര ചെയ്യാറുള്ളൂ. ഒരു ദിവസം കുറെ കൂട്ടിക്കും പറ്റണ അത്രേ ഞാൻ ഒട്ടിക്കാറുണ്ട്. ഹോൾസെയിലിൽ 600 രൂപയാണ് ലൈറ്റൊന്നിന് ഈടാക്കുന്നത്. 3 വലിപ്പത്തിലുള്ള ചിഹ്ന ലൈറ്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരും. കോഴിക്കോട്, കോട്ടയം, കൊല്ലം തുടങ്ങി കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിയോൺ ചിഹ്ന ലൈറ്റുകൾ തേടി ആവശ്യക്കാർ എത്തുന്നുണ്ട്. രാത്രികാല പര്യടനങ്ങളിൽ ഉൾപ്പെടെ ആവേശം വിതറാൻ കഴിയുമെന്നതാണ് ആകർഷണം. പ്രചാരണം ചൂടുപിടിക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് ജിസും കുടുംബവും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൽ പ്രശ്നങ്ങൾ പലതും പ്രതിഷേധങ്ങളായി തെരുവിൽ അലയടിക്കുക എന്നത് സ്വാഭാവികമാണ്. ആ അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണേണ്ടത് തിരുവനന്തപുരത്തെ ഈ സമരം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലും സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം തുടരുന്നു സിവിൽ പോലീസ് ഓഫീസ് റാങ്ക് ഹോൾഡേഴ്സ്. പ്രതീക്ഷ മങ്ങുകയാണ്. പക്ഷേ പിന്നോട്ടില്ല എന്ന ഉറക്ക പ്രഖ്യാപനവുമായാണ് അവർ നീങ്ങുന്നത്. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ വോട്ടിംഗ് ബഹിഷ്കരിക്കുമെന്ന നിലപാട് പോലും ഉദ്യോഗാർത്ഥികൾ സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടൊന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലാണ്. ജോലി ഉറപ്പായിട്ടും ജോലി ലഭിക്കാതെ തുടരുന്ന ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും.
ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നിലപാടിലേക്കാണ് പോകുന്നത്? നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇന്ന് സമരം തുടങ്ങിയിട്ട് ഇത് 41ാമത്തെ ദിവസമാണ്. ഈ 41 ദിവസങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലവുമില്ലാതെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നിലപാട് നമുക്കുണ്ടായിട്ടില്ല. മാത്രമല്ല, ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ DYFI പോലും നമ്മുടെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വയ്യാത്തൊരു വസ്തുത എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇലക്ഷന് ഇത്രയും ഉദ്യോഗാർത്ഥികൾ, അതായത് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട്. മാത്രമല്ല, 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ കുടുംബങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ പിന്നിലുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇനി വോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയായിട്ടാണ് വരുന്നത്. അതായത് അത്രത്തോളം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളാണ് ഇവിടെ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അതിനുമായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ജനാധിപത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പോലും ഒരു സത്യനീതിയും പാലിക്കപ്പെടാത്തൊരവസ്ഥ, കഴിഞ്ഞ 5 വർഷത്തിന് ഒരു ഫലം കിട്ടാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതുവരെയായിട്ടും കണ്ണു തുറക്കാത്ത ഒരു സർക്കാരും ഇവിടെ കിടന്ന് മുട്ടിലെഴേണ്ടി വരുന്ന, അല്ലെങ്കിൽ തല മുട്ടയടിക്കേണ്ടി വരുന്ന കുറെ ഉദ്യോഗാർത്ഥികളും, ഇവിടെ എവിടെയാണ് തുല്യനീതി എന്ന് പറയുന്നത്? തീർച്ചയായും ചരിത്രങ്ങളില്ലാതെ എന്താണ് സമകാലികം? തീർച്ചയായും നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലേക്ക് പോകാം. വലുതും ചെറുതുമായ പല ചരിത്രങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തും. അതിലേക്ക് പോകാം. ചരിത്ര സ്പന്ദനം. പലപ്പോഴും പലയിടങ്ങളിലും ചില പഴയ ചുവർചിത്രങ്ങൾ നമ്മളെ ഗൃഹാതുരങ്ങളിലേക്ക് ഓടിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും ചരിത്ര സംഭവങ്ങളായി മാറുന്നൊരു വേളയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചുവരെഴുത്തുകൾ ആ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ നുറുങ്ങുവട്ടമാകുന്ന ഒരു ചുവരെഴുത്ത് എറണാകുളം ഇടപ്പള്ളിയിലുമുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ കണയന്നൂർ നിയോജകമണ്ഡലമായിരുന്നു. ഇടപ്പള്ളി നാലങ്ങാടിയിലെ പഴയ 2 നില കെട്ടിടത്തിന്റെ ഈ ചുമര് ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. 67 വർഷങ്ങൾക്കിപ്പുറം കേരള രാഷ്ട്രീയത്തിന്റെ സുപ്രധാന കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ ചുമരെഴുത്ത്. കാളപ്പെട്ടി എന്ന് പറഞ്ഞാലേ കോൺഗ്രസിന്റെ ആദ്യത്തെ ചിഹ്നമാണ്. ആ ചിഹ്നം കുറേ അതിനാൾ നടന്നേ പിന്നീട് നടന്നു. എൻ്റെ ഓർമ്മയിൽ കാളപ്പെട്ടിയിൽ ഒരു ഉഗ്രൻ പരിപാടിയായിരുന്നു. ഞങ്ങളുടെ എൻ്റെ KSUവിൻ്റെ കോൺഗ്രസിൻ്റെ കാലത്ത് കാളപ്പെട്ടിയാണ്. കാളപ്പെട്ടിയുടെ ഫോട്ടോ ഇല്ലേ അവിടെ കോൺഗ്രസ് ഓഫീസിൻ്റെ അവിടെ എപ്പോഴും കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അന്നത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തുള്ള ഇലക്ഷൻ അല്ല, ചൂട് പിടിച്ച ഇലക്ഷനാണ്. ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചുമരെഴുത്തിനെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയപ്പോഴും മായ്ക്കാതെ സംരക്ഷിച്ചു കെട്ടിട ഉടമകൾ. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മഹാത്മാ വായനശാലയും കോൺഗ്രസിന്റെ ഓഫീസുമാണ്. ചരിത്രം ഇതാണ്. വർഷം 1957. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന കാലം. പാർലമെന്റിലേക്ക് AM തോമസും അസംബ്ലിയിലേക്ക് AV ജോസഫും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടി. ചിഹ്നം മുഖം വെച്ച കാള. വോട്ടഭ്യർത്ഥന കാളപ്പെട്ടിക്ക്. ലോക്സഭയിലേക്ക് AM തോമസ് 10,623 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച DCC പ്രസിഡന്റ് AV ജോസഫിന് കാലിടറി. 3,786 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത് CPIയിലെ TK രാമകൃഷ്ണൻ. ആറര പതിറ്റാണ്ടിനിപ്പുറം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ചർച്ചയ്ക്ക് വരുമ്പോൾ ഓർമ്മകൾക്ക് വീര്യവും കൂടും. ക്യാമറ പേഴ്സൺ ചാൾസ് അഗസ്റ്റിനൊപ്പം ഇബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ എല്ലായിടത്തും ഉച്ചഭാഷണിയിലൂടെ കേൾക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ അറിയാൻ മാത്രമല്ല പറയാൻ കൂടിയുള്ളവരാണ് നാട്ടുകാരെന്നാണ് നാട് പറയട്ടെ. കാണാം.
കാലാകാലങ്ങളായി കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പ്രശ്നങ്ങൾ നിരവധിയാണെങ്കിലും ഇവിടെയും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ്. ഇത്തവണ വോട്ട് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചവരും വോട്ട് മാറ്റി ചെയ്യാൻ തീരുമാനിച്ചവരും ഒക്കെയുണ്ട് ഈ തൊഴിലാളികളുടെ കൂട്ടത്തിൽ. ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുള്ള പ്രതികരണങ്ങളൊന്ന് കാണാം. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പ്രധാനപ്പെട്ട ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇന്ധനവില വർധനവടക്കം പെർമിറ്റിൻ്റെ ഇഷ്യൂ അടക്കമുള്ള ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് പറയാനുമുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ ഓട്ടോ തൊഴിലാളികൾ എങ്ങനെ നോക്കിക്കാണുമെന്ന് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് ഇവിടെ LDF-നാണ് സാധ്യത. കരീംകാക്ക് ബേപ്പൂര് പിന്നെ ചില മണ്ഡലത്തിൽ മന്ത്രിയായ ആളാണ് കരീംക. അപ്പോൾ അത്തരം ഒരു നല്ലൊരു പിന്നെ ഒരുപാട് വ്യവസായം മന്ത്രിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തേക്കണേ. ഇവിടെ രാഘവന് ജയിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം രാഘവനെ പറ്റി ആർക്കും ഒരു തെറ്റായ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. വോട്ടറല്ലേ, വോട്ട് ചെയ്യില്ലേ? വോട്ടറൊക്കെ തന്നെയാണ്. വോട്ട് ചെയ്യാനും പോലത്തെ ഉഷ്ണത്തിന് പോകാൻ കഴിയൂല. കാരണം അമ്മായി സിറ്റുവേഷനാണ്. ഇന്ധന വില വർധനവടക്കമുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ വോട്ട് കൊടുക്കുക? അതങ്ങനെയാണല്ലോ. രാവിലെ 7 മണിക്ക് 6 മണിക്കും കൂടി വരും. വൈകുന്നേരം 6 മണി 7 മണിക്ക് പോകുമ്പോൾ ഡീസൽ അടിച്ചാൽ അടക്കം നോക്കുകയാണെങ്കിൽ കയ്യിൽ 400-500 രൂപ ഉണ്ടാവും. ആ 200 രൂപ ഡീസൽ അടിക്കുക. വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടണമെങ്കിൽ വാടക കൊടുക്കണം 400 രൂപ. പിന്നെ അതിലെന്താ ബാക്കിണ്ട. അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടി പെർമിറ്റ് കൊടുത്ത് ഒരുപാട് ഇവിടെ ബാധിക്കുന്നുണ്ട് ഡെലിവറിക്ക്. LICൻ്റെ അടുത്ത് ഞങ്ങൾ സാധാരണ വണ്ടി ഇടുന്നതാണ്. ഇപ്പോൾ അവിടെ 9 വണ്ടി കൂടുതൽ ഇടാൻ പറ്റില്ല. 9 വണ്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് പോവുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ 9 വണ്ടി ഇടാൻ പറ്റൂ. ഞങ്ങൾക്ക് മേലെ ഇരിക്കുന്നവർ അതാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്നെ കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് 1000 രൂപയ്ക്ക് മേലെ എനിക്ക് ഫൈൻ അടയ്ക്കേണ്ട ഗതികേട് വന്നതാണ്. ആ 9 വണ്ടി കൂടുതൽ കിടന്നിട്ട്. അങ്ങനെ ഓരോരുത്തർ ആൾക്കാർക്കും ഇതിനൊക്കെ ഫൈൻ വന്നാൽ ഞങ്ങളങ്ങനെ ചെയ്യാം. ജീവിക്കപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല. എല്ലാവരും നിരപ്പ് നിൽക്കുന്നുണ്ടില്ല. എല്ലാവരും ഒരു ട്രെയിൻ വരെ പ്രതീക്ഷയ്ക്ക് കാത്തിക്കാണ്. എവിടെ പാർക്കിംഗ് ഉണ്ടോ, സ്റ്റാൻഡ് ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടത്. ഇതൊന്നും നോക്കാണ്ട് CC കൊടുത്തുകൂടെ തന്നെയാണ്. ഇപ്പം പറയുന്നത് 2000 ആയി എന്നുള്ളത് ഇനിയും കൊടുക്കുന്ന പറയുന്നത്. CCയുടെ അവിടെ സ്ഥലമുള്ളത്. നമുക്ക് നല്ലത് ചെയ്യണവർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ്. നമുക്കിപ്പോൾ എല്ലാവരും ഉപദ്രവം ചെയ്യണേ. ഇപ്പോൾ ആർക്കും ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടി എന്നുള്ള അഭിപ്രായമാണ് നമ്മളുടെ. കാരണം ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർ മൊത്തത്തിൽ പ്രതിസന്ധിയില്ല. മാസങ്ങളോളമായി വീട്ടിലേക്ക് 10 രൂപ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എല്ലാവരും ഞങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. ഉപദ്രവിക്കുന്നവർക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഓർമ്മയിലെ വോട്ട്. നക്സലൈറ്റ് ആയിരുന്നു, മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ട്രേഡ് യൂണിയൻ നേതാവാണ്. അങ്ങനെ വിശേഷങ്ങൾ പലതുണ്ട് കോഴിക്കോടുകാരനായ ഗ്രോവാസുവിന്. ഇന്നും അവസാനിക്കാത്ത പോരാട്ടം ജീവിതത്തിനിടയിൽ കേരള വിഷൻ ന്യൂസിനോട് തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഈ യുവതുർക്കി. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് അധികം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഗ്രോവാസു എന്ന കോഴിക്കോടുകാരുടെ വാസുവേട്ടനാണ്. വാസുവേട്ടാ, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, എങ്ങനെ നോക്കിക്കാണുന്നു? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് എനിക്ക് ആദ്യ ഒരു കാഴ്ചപ്പാടുണ്ട്. 1967 അവസാനമായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നത്. അന്ന് വോട്ട് ചെയ്തുകൊണ്ട് EMS അധികാരത്തിൽ കയറി. 68 ആദ്യം ഞാൻ രാജിവെച്ചു. തെരഞ്ഞെടുപ്പിനോട് ഉള്ള എൻ്റെ മനോഭാവം അതിലൊരു കാരണമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ബോധം എനിക്ക് 67 ആകുമ്പോഴത്തേക്കും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രോഗം എന്താണെന്നും എങ്ങനെ ആണ് മാർക്സിസം ലെനിനിസം ഇന്ത്യയിലേക്ക് പ്രയോഗിക്കേണ്ടത് എന്നതിനകത്ത് അതിനെ സംബന്ധിച്ച പ്രശ്നം ആ സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റിത്തീർത്ത് പ്രയോഗിക്കാം. 67 നക്സൽ ബാരിക്ക് ശേഷം മാവോസത്തുങ്ങിൻ്റെ ഈ കാര്യത്തിൽ ഇന്നലെ വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രയോഗിച്ച രീതി ശരിയല്ലെന്നും അവർ ശരിയായ രീതിയിൽ ഇന്ത്യൻ പരിതസ്ഥിതി സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാർക്സിസത്തിനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക്. ഈ ന്യൂജൻ കാലത്ത് പഞ്ചില്ലാതെ ഒരു ഡയലോഗുമില്ല. എന്നാൽ ഇന്നത്തെ പഞ്ച് ഡയലോഗ് KC വേണുഗോപാലിൻ്റെതാണൊന്ന് കാണാം. ഏതെങ്കിലും ഭരണപക്ഷത്തിൽ ഒരു ആൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടോ? ആ കേസുകളുടെ പേര് അവരെല്ലാം BJP ചേർന്നു. ആ കേസ് എന്തായി?
ഇതെന്തുകൊണ്ട് ചോദിക്കപ്പെടുന്നില്ല? ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ നിയന്ത്രിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്, നിയന്ത്രിക്കാറുണ്ട്. അവർ ചിലയിടത്ത് DGPയെ പോലും മാറ്റിയിട്ടുണ്ട്, പോലീസ് ഹോം സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, CBI ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ED ഓഫീസേഴ്സ്, അവർ നിയന്ത്രണമില്ലാതെ BJPയുടെ പാവകളായിട്ട് പ്രവർത്തിക്കുകയാണ്. അവർ ഈ രാജ്യത്ത് ജനാധിപത്യം തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്കത്തട്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നമുക്ക് അരങ്ങിലേക്ക് പോകാം. വാർത്തയിലേക്ക് മറ്റു പല വാർത്തകളുമുണ്ട്. ആദ്യം പ്രധാന തലക്കെട്ടോടെ തുടക്കം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം.